കുന്തം ഈ തുണിയെല്ലാം കൂടെ ഞാൻ എടുത്ത് കത്തിക്കും. ആവശ്യമുള്ളോട്ട് കാണുകയില്ല. അതെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ ടോയ്സ് എവിടെയെങ്കിലും ഒതുക്കി വെക്കണമെന്ന്? ടോയ്സ് അവിടെ ഇവിടെ ഇടത്തൊന്നും മമ്മി അറിഞ്ഞോണ്ടല്ലേ ഞാൻ അതൊക്കെ തലമാരി വെച്ചത്. അതിന് അലമാരിയിലാണ് ഇതൊക്കെ വെക്കേണ്ടത്. പിന്നെ അടുപ്പിലാണ് ടോയ്സ് വെക്കേണ്ടത്. ആ, എന്ത് പറഞ്ഞാലും ഉണ്ട് അവനൊരു തർക്കുത്തരം. ചെറിയ പൊട്ടന്മാരുണ്ടോ അവിടെ? ഈ ടിവി ഞാൻ ഇന്ന് തല്ലി പൊളിച്ച് കളയും. നിനക്ക് സ്കൂളിൽ പോണ്ടേ? പോയി ബ്രഷ് ചെയ്യടാ. ഇതിന്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടാലേ വിശിഷ്ട സേവനത്തിന് പ്രസിഡന്റ് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണെന്ന് തോന്നും. മനുഷ്യരെ നാണം കെടുത്താൻ ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. പൊട്ടട്ടെ, എല്ലാം പൊട്ടട്ടെ, നശിക്കട്ടെ. എനിക്ക് വയ്യ ഇത് തൂത്തുവാരാൻ. ഡാഡി മോനും കൂടെ വാരി കളഞ്ഞാ മതി. അല്ല, ഞാനിത് ആരോടെ പറയുന്നേ? ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം അഭിനയിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ലല്ലോ. എന്റെ കൈ അനങ്ങിയില്ലെങ്കിലേ ലോകാവസാനം വരെ ഈ കുപ്പിച്ചില് ഇവിടെ കിടക്കത്തേ ഉള്ളൂ. ഉറങ്ങ, ഇവിടെ ബാക്കിയുള്ളവരുടെ കൈ മുറിഞ്ഞാൽ എന്താ, കാലൊടിഞ്ഞാൽ എന്താ, തല പൊളിഞ്ഞാൽ എന്താ? ഒരു പണിയും ചെയ്യാതെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങ. എന്റെ ശവടക്ക് നടക്കുമ്പോഴും ഇങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങണം. എലിസബത്ത് ചേച്ചിയാ, ന്യൂസ് അറിഞ്ഞു കാണും. ഹലോ, ആ ചേച്ചി, ഇവിടെ എന്ത് വിശേഷം ചേച്ചി? അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പോലീസ് സർവീസിൽ ഇതൊക്കെ സാധാരണല്ലേ? പണിഷ്മെന്റ് ഒന്നും അല്ലേ ചേച്ചി? ഇല്ല ചേച്ചി, ഓഫീസിൽ കാണാം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഓക്കെ, ബൈ. ഇനി ആരും അത്ര സന്തോഷിക്കണം. ബ്രഷ് ഞാൻ എടുത്ത് തിന്നു. ഒരു ദിവസം പല്ല് തേച്ചില്ലെന്ന് വെച്ചേ ആകാശം ഒന്നും ഇടിഞ്ഞു വീടില്ല. നീ ഇന്ന് പുഞ്ചിരി മത്സരത്തിനൊന്നും പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ കേമനായ ഒരു ക്രൈം ബ്രാഞ്ച് ഓഫീസർ വീട്ടിലുള്ളപ്പോ എന്നോടാണോ ചോദിക്കേണ്ടത്? മോന്റെ ഡാഡിയോട് പറ, കാണാതെ പോയ ബ്രഷ് കണ്ടുപിടിച്ചു തരാൻ. പോലീസാണ് പോലും. പോലീസുകാരെ പറഞ്ഞിട്ടെന്താ? കമിഴ്ന്ന് കിടക്കുന്ന പ്ലാവില മലർത്തി വെക്കാൻ പോലും പറ്റാത്ത മടിയന്മാരെ പിടിച്ച് പോലീസ് ചേർത്തവര് പറഞ്ഞാ മതി. സ്റ്റൈലും പത്രാസും ഒക്കെ കണ്ട ജെയിംസ് ബോണ്ടാന്ന് തോന്നും. സർവീസിൽ കേറിയ കാലത്തെങ്ങാണ്ട് തെളിയിച്ച കുറച്ച് കേസിന്റെ കഥയുണ്ട്. എന്ത് ചോദിച്ചാലും പറയാം. മുട്ടെ പനിയാണെന്നും പറഞ്ഞ് 365 ദിവസവും ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന കുഴിമടിമാർക്ക് സസ്പെൻഷൻ അല്ലാതെ സ്വർണ്ണ മെഡൽ കിട്ടുവോ? മമ്മി, ടൂത്ത് പേസ്റ്റ് തീർന്നു. ആകാശത്തുനിന്ന് പേസ്റ്റ് പൊഴിച്ചിടാനേ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. 3 ദിവസമായിട്ട് പറയുന്നതാ സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങിന്ന്. ഇവിടെ ഒരാൾക്ക് വല്ല കുലുക്കമുണ്ടോ? മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാനേ ഉള്ളു മടി. കുത്തിയിരുന്ന് ക്രിക്കറ്റ് കാണാനാണെങ്കിൽ ഒരു മടിയില്ല. ഇത്രയും ഫേമസ് ആയൊരു കെട്ടിയോനെയാണല്ലോ കർത്താവേ നീ എനിക്ക് തന്നത്. എന്റെ ഭാഗ്യം. മതി മതി ഇവിടുത്തെ താമസം. കൂടെ താമസിക്കുന്നവരെ കുറിച്ച് ഒരു വിചാരവും ഇല്ലാതെ കുടിച്ചു കൂത്താടി നടക്കുന്നവരുടെ കൂടെ കഴിയാൻ എനിക്കുണ്ട് ബുദ്ധിമുട്ട്. ഞാൻ എന്റെ വീട്ടിൽ പോവാ. വാടാ. നീ വരുന്നുണ്ടോ? വേണ്ട, വരണ്ട. ഡാഡിയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നോ. രണ്ടുപേരും കൂടെ ക്രിക്കറ്റ് കണ്ട് മരിക്കും.
ആ നീ ഇറങ്ങാറായോ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാനും വരുന്നു. എന്നെ ഓഫീസിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. അനുമ ചേട്ടത്തിയോട് എനിക്കൂടി ടിഫിൻ ബോക്സ് എടുക്കാൻ പറഞ്ഞേക്ക്.